ഗൈസ് അപ്പോൾ ദാലിലേക്കിൻ്റെ അടുത്ത് എത്താനായി കേട്ടോ നമ്മൾ. ശിക്കാര റൈഡിന് പോകുന്നു. ഞാൻ ഈ സിവിൽ ബസ്സിനോട് എനിക്ക് തണുക്കുന്നു ഗൈസ്. चलो डरने के बगैर जाओ जाओ अंदर ये हिलेगा थोड़ा 1 सेकंड हाँ भैया आप इधर आ जाओ ये साइड आप ഗൈസ് എനിക്ക് ഈ ശിക്കാര റൈഡ് ഇപ്പൊ പേടിയാവുന്നു. കയറുന്നതിന് മുന്നേ പേടിയില്ലായിരുന്നു. അല്ലത് വെള്ളം കൂടിയിട്ടേക്കോ? സ്മോൾ അല്ല ബിഗ്. ഞാൻ അവിടെ ഇരിക്കട്ടെ എങ്കില് എനിക്ക് എടുത്തു തരുമോ? I show you dresses, okay? We have so many colors. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഈ ദാലിലേക്ക് പോകുന്ന വ്യൂസ് ഉണ്ട് കേട്ടോ. കുറേ വ്യൂസ് ഉണ്ട്. ഞാനത് ആഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും. നല്ല കുറേ വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ വരും നമ്മളടുത്തോട്ട്. എന്തെങ്കിലും സാധനങ്ങൾ ഇവർ കൊണ്ടുവരുന്നത് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറയും വേണ്ടാന്ന്, കാരണം ഭയങ്കര റേറ്റാണ്. പിന്നെ ഇപ്പോൾ പുള്ളി ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളൊരു തവണ ഓക്കെ പറഞ്ഞാൽ പിന്നെ അവർ പോകത്തില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പോകാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എടുത്ത ഫോട്ടോസൊക്കെ ഇപ്പം കാണിക്കാം കേട്ടോ. അപ്പം ദാലിലേക്ക് പോകുമ്പോഴുള്ള ബ്യൂട്ടിയൊക്കെ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര കോമൺ കോയറ്റായിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മളിപ്പോൾ ശിക്കാര റൈഡ് കഴിഞ്ഞിട്ട് നേരെ ഗാർഡനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൈയൊക്കെ നോക്ക്, ചുമന്ന കളറായി. ഇങ്ങെടുക്ക്, ഗൈസ് വെച്ചെടുക്കട്ടെ. ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇത്ര ഹാപ്പി എന്ന്. യെസ്, ഐ ആം വെരി വെരി ഹാപ്പി. ബിക്കോസ് ഈ ഒരു ട്രാവൽ കാരണം എനിക്ക് എന്തൊക്കെയോ ചേഞ്ച് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ നഷ്ടമാണ് ഗൈസ്. കാരണം ഇന്ത്യയിൽ ഇത്രയും ഹെവൻ എന്നൊക്കെ പറയുന്ന ഒരു പ്ലേസ് അല്ലേ ജമ്മു കാശ്മീർ. നിങ്ങൾ അവിടെ പോയി എന്തായാലും വിസിറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സീരിയസ്ലി നമ്മളെ മൈൻഡൊക്കെ ഒന്ന് പീസാവും. അങ്ങനത്തെ ഒരു സ്ഥലത്തിലേക്ക് നമ്മൾ പോവുക. ശരിക്കും കാശ്മീരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ ആയാലും ട്രാവൽ പോവുക ഗൈസ്. ദാലിലേക്കുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര പീസ്ഫുള്ളാണ്. എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല, അത്രയും ആണ്. അതുകൊണ്ടാണ്. അപ്പം നിങ്ങളും പോയി നിങ്ങളും ഹാപ്പി ആവാൻ നോക്കുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സാഡായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു ട്രാവൽ പോകുമ്പോൾ നമ്മളതെല്ലാം മറക്കും. അങ്ങനത്തെ ഒരു മാജിക്കലും കൂടിയാണ് ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇവർ ഇവിടെ നിന്ന് കുറച്ച് ഷോപ്പുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഇറക്കിയത്. പക്ഷെ നമ്മളൊന്നും വാങ്ങിയില്ല, അതാണ് അതിൻ്റെ ഒരു സത്യം. അങ്ങനെ നമ്മൾ തിരിച്ച് ദാലിലേക്ക് തന്നെ നമ്മൾ കയറാൻ പോവുകയാണ്, തിരിച്ച് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുമ്പോൾ എടുത്ത ഒരു ഇതാണ് കേട്ടോ. നല്ല രസമില്ല ഇങ്ങനെ പോകുന്നതാണ്. എന്തല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല ഗൈസ്. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്കത് മനസ്സിലാവും. നമ്മൾ പറഞ്ഞത് അറിയിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അല്ലേ നമുക്ക് പറ്റൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഫേസിൽ 2-3 പിമ്പിളൊക്കെ വന്നു. അപ്പോൾ ഞാൻ അതുവരെ കെയർ ചെയ്തുകൊണ്ട് നടന്നിട്ട് പെട്ടെന്നാണ് കേട്ടോ ഈ ഒരു പിമ്പിൾസൊക്കെ വന്നത്. അത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എനിക്ക് അങ്ങനെ, എൻ്റെ കസിൻസിൻ്റെ കല്യാണത്തിനൊക്കെ എനിക്ക് അങ്ങനെയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് എൻ്റെ കുറച്ച് ഫോട്ടോസ് വാങ്ങണമായിരുന്നു, നേരത്തെ എടുത്ത ഫോട്ടോ ക്യാമറയിലെടുത്തത്. അപ്പം ഇതാണ് നമ്മുടെ ടാക്സി ഡ്രൈവർ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. പുള്ളിക്കാരൻ്റെ റിംഗ് ടോൺ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ റിംഗ് ടോൺ ഞാൻ പുള്ളിക്കാരനെ കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും കാശ്മീർ പോയിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാനത് മറക്കത്തില്ല ഗൈസ്. പിന്നെ അപ്പോൾ ഹൊറർ സ്റ്റോറിയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്കാകെ പേടിയായിരുന്നു. പിന്നെ നമ്മൾ പോയൊരു ഗാർഡനിലാണ്, മുഗൾ ഗാർഡൻ, ശശി അങ്ങനെ എന്തൊരു ഗാർഡനാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പം ഉള്ളിലോട്ട് കയറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഭയങ്കര ശരിക്കും പറഞ്ഞ ഗൈസ് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് തണുത്തിട്ട് എനിക്ക്
എൻ്റെ കാലൊക്കെ മരവിച്ച് പോയി. എൻ്റെ കാലെനിക്ക് സത്യം ഒന്നും എനിക്കങ്ങോട്ട് എന്ത് പറയണമെന്നല്ല. ഞാൻ ആ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം അവരെല്ലാവരും മറ്റേ ജാക്കറ്റ്, ഞാൻ മാത്രം ഇങ്ങനെ സിമ്പിളായിട്ട് ഇട്ടുണ്ടാകുമ്പം ശ്രദ്ധിക്കുമല്ലോ. കാരണം ഭയങ്കര തണുപ്പായിരുന്നു ഗൈസ്. ഈ പിള്ളേർ കിടന്ന് ഭയങ്കര കുരുത്തക്കേടായിരുന്നു ഗൈസ്. പിന്നെ ഇവിടെ ഒരു ശുദ്ധമായിട്ടുള്ളൊരു ജലം കിട്ടും. ഇതാണ് കേട്ടോ, അത് ശുദ്ധമായിട്ടുള്ള ജലമാണ്. നമുക്കിത് കുടിക്കാം എന്നാണ് പറയുന്നത്. കുടിക്കാം, നല്ല വാട്ടറാണ്. കുറേ ആൾക്കാർ കുടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കുടിച്ചില്ല കേട്ടോ. കുറേ എൻ്റെ കൂടെ വന്ന ആൾക്കാരെല്ലാവരും കുടിച്ചായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമാണ് കുടിക്കാതിരുന്നത്. ബാക്കി എല്ലാവരും കുടിച്ചു. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ കുറേ ആൾക്കാർ അവിടെ വന്ന് ഈ ഒരു വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടോ, ഇവരൊക്കെ വന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നവരാണ്. എന്തോ കുടിച്ചാൽ നമ്മൾ പറയുന്ന കാര്യം നടക്കുമെന്നോ അങ്ങനെ എന്തോ ആണ്, നമ്മൾ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അത് നല്ലതാണ്. അപ്പോൾ വെള്ളം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ആ വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യവെള്ളം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പോവുകയാണ് ഗൈസ്. ബൈ ബൈ. എവിടെ ഗൈസ് നമ്മൾ വിശക്കുന്ന കാരണം ഇതാ ഇവിടെ ബർഗറുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഒരു വെജ് ബർഗറാണ് കേട്ടോ. പിന്നെ കട്ട്ലറ്റ്. ഇത് കട്ട്ലേറ്റ് ആണോ ഇത്? അപ്പം കട്ട്ലേറ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ കശ്മീർ വന്നിട്ടുള്ളവരാണെങ്കിൽ മൂൺലൈറ്റിൽ പോയിട്ട് വാൾനട്ട് ഫെഡ്ജ് വാങ്ങി കഴിക്കണം കേട്ടോ. അത് മസ്റ്റ് ട്രൈ ആണ്. കാരണം അത്രയും ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. 1 കിലോ വരുന്നത് 1600 തോന്നുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ലാസ്റ്റ് വന്ന ഒരു റൂം ഉണ്ടായിരുന്നത്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. മറ്റതും നല്ലതായിരുന്നെങ്കിലും ഇതും ഓക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിരുന്നു വരുന്നത്. ലവ് യു ഓൾ. ബൈ ബൈ.